അപ്പോൾ ഇതാണ് പാർട്ട് 2 വീഡിയോ. ഞാൻ ലൈസൻസ് എടുത്തിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു 25 വയസ്സാവണേക്ക് മുന്നെയാണ് ഞാൻ ലൈസൻസ് എടുക്കണത്. എനിക്ക് നാട്ടിൽ ഒരു പ്രാവശ്യം എൻ്റെ വല്യമ്മയുടെ മോൻ ഇങ്ങനെ വണ്ടി ഫസ്റ്റിലിട്ട് മുന്നോട്ടും പിന്നോട്ടും എടുക്കാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് വണ്ടി കയറിയുള്ള അനുഭവം, അതായത് നമുക്ക് കാറൊന്നുമില്ല, നമ്മൾ ബസ്സിൽ മാത്രം, കൂടിപ്പോയ ഏറ്റവും ലക്ഷറി വണ്ടി നമുക്ക് ഓട്ടോറിക്ഷയാണ്, അതിനകത്ത് കയറിയ അനുഭവം എനിക്കുള്ളൂ. എനിക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ല. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഒരു 3.5 വയസ്സുള്ളപ്പോൾ എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിലെ ഇപ്പം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഓർക്കില്ലല്ലോ. പക്ഷേ ആ ആക്സിഡൻറ്റിന് മുന്നേ ഞാൻ ചിന്തിച്ച കാര്യം, ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആക്സിഡൻറ്റിന് മുന്നേ ആ ഒരു സെക്കൻഡ് മുന്നേ ചിന്തിച്ചത് ഇന്നും എൻ്റെ തലയിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു 30 വർഷങ്ങൾക്ക് ഇപ്പുറവും അതെൻ്റെ തലയിലുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ട്രോമയുണ്ട്. അതായത് ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് ചെറുപ്പം തൊട്ടേ റോഡ് ക്രോസ് ചെയ്യാൻ, ബസ്സിലിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലാ നീണ്ട സീറ്റ് ഇരിക്കില്ലേ, അവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടി. അപ്പം അതായത് ഫ്രണ്ടിൽ ഇരിക്കാൻ പേടിയുള്ള ഒരാളാണ് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞാനിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ അമ്മയുടെ തോളത്ത് ഇങ്ങനെ കൈ പിടിക്കും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇതെന്നെ ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത ആൾക്കാരെ പോലെ റോട്ടിൽ കൂടെ നടക്കാം. റോഡ് എനിക്ക് ക്രോസ് ചെയ്യാനേ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴും എനിക്ക് ആൾ വേണം. അങ്ങനെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ, ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഓൺസൈറ്റ് പോയതാണെന്ന് ഓർക്കണം. ഇപ്പോഴും എനിക്ക് നാട്ടിലെ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് തന്നെ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ആൾക്കാരാണ്. എന്നിട്ടും അവർ ക്രോസ് ചെയ്ത് പോയി. അവർ ബാംഗ്ലൂരിൽ നല്ല പരിചയമുള്ളവരോ, കുറേ പ്രാവശ്യം വന്ന്. ഞാൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുക, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർ തിരിച്ച് വന്നാണ് എന്നെ കൊണ്ടുപോകണം, എന്നെ ക്രോസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത്രയും പേടിയുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹിസ്റ്ററി. അതായത് എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണ്, ഏതവസ്ഥയിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോണതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത പാർട്ടി പറയാമേ.